കിരൺ, ഒരു കുഴപ്പമില്ല. ഇല്ല കിരൺ, അതൊന്നും ഒരു കുഴപ്പമല്ല. പറ്റില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ കൂടെ വന്നേ പറ്റൂ. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ അത്ര ആഗ്രഹിച്ചല്ലേ. വാ കിരൺ, വാ പോവാം. അയ്യോ ദുർഗേ, 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 ദുർഗേ നിന്നേ. എന്താ ചെറിയച്ച? എന്താ ദുർഗേ, മനസ്സിലെ ദുഃഖം മറച്ചു വെച്ചിട്ട് ചിരിക്കാൻ ശ്രമിക്കരുത്. ദുർഗയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. മാനസികാവസ്ഥയോ? എന്റെയോ? എന്ത് ചെറിയച്ചൻ എന്താ പറ്റിയത്? ദുർഗേ, എന്റെ മുന്നിലേ അഭിനയിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, ആ മനസ്സ് നീറുന്നതേ എനിക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. അല്ല, ചെറിയച്ചൻ ഡ്രിങ്ക്സ് വലുതും കഴിച്ചോ? എന്തിനാ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന? ദുർഗേ, ഇങ്ങോട്ട് നോക്കിയേ, സത്യം പറഞ്ഞ ദുർഗയുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചപ്പോ സത്യത്തിൽ എനിക്ക് മദ്യപിക്കാൻ തോന്നിയതാ. ഓ, പിന്നെ എന്റെ മനസ്സിനെ ഞാനായിട്ടങ്ങ് കൺട്രോൾ ചെയ്തു. എന്തിന്? എന്തിനെന്നോ? എന്റെ ദുർഗയെ പ്രേമിച്ച് കല്യാണം കഴിച്ച നിങ്ങൾക്കിടയില് ഇത്രയും പെട്ടെന്നൊരു അകൽച്ച ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. കിരണിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ആ പെണ്ണൊരുത്തി അവൾ ഒരുങ്ങിക്കെട്ടി കിരണിനെ വശീകരിക്കാൻ നടക്കൂല്ലേ. അപ്പൊ പിന്നെ ആണുങ്ങളുടെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ വരും. ഓ, അപ്പൊ അതാണ് കാര്യം. കിരണിനെയും അഞ്ജലിയെയും കണ്ടിട്ടാണ് ഈ പറയുന്നത്. ദുർഗ പറയ. എന്നാലും ആ കിരൺ എന്തോ പറ്റിയേ? ദുർഗയെ പോലൊരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് അവൻ എന്തിനാണ് ആ പെണ്ണിന്റെ വലയിൽ പോയി വീണത്? അല്ല, ചെറിയ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അങ്ങനെയൊന്നും ഇല്ല. ദുർഗയുടെ മനസ്സ് കണ്ട ഇത്രയൊക്കെ തെറ്റ് സ്വന്തം ഭർത്താവ് ചെയ്തിട്ടും അതിനെയൊക്കെ ന്യായീകരിക്കുന്നത്. യു ആർ ഗ്രേറ്റ്, വണ്ടർഫുൾ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ദുർഗയുടെ സൗന്ദര്യത്തിന് മുന്നിലേ ആ അഞ്ജലി വേറെ സീറോ, ബിഗ് സീറോ. അയ്യോ, സൗന്ദര്യം മാത്രോ? എത്ര കഴിവുള്ള പെൺകുട്ടിയാണ് നമ്മുടെ ദുർഗ. ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ചൻ കരുതുന്ന പോലെ യാതൊരു ബന്ധവും കിരണും അഞ്ജലിയും തമ്മിൽ ഇല്ല. അവരെ സുഹൃത്തുക്കളെ മാത്ര. അവരെ കുറിച്ച് അനാവശ്യം പറയരുത്. അല്ല ദുർഗേ, അല്ല ബാക്കി പറയാനുണ്ട്. ഓ പോയി. ഇവൾ എന്തൊരു ഭാര്യ. അയ്യോ, സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കൂടെ നടന്നിട്ട് യാതൊരു പ്രശ്നമില്ലേ. ഇങ്ങനായിരിക്കും ചിലപ്പോ ജെൻസി പിള്ളേരൊക്കെ. അല്ല, ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഫോർവേഡായിട്ട് വേണം നമ്മളൊക്കെ ചിന്തിക്കാൻ.